ഈശോയെ പ്രിയമുള്ളവരെ, സുൽത്താൻപാളയ വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിൽ മാതൃവേദി സംഘടന വെറും ഒരു സംഘടനാ പ്രവർത്തനമല്ല, മറിച്ച് അമ്മ മനസ്സോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, കൂട്ടായ്മയിൽ അവര് 25 വർഷക്കാലം അനേക പ്രവർത്തികൾ ചെയ്യുവാൻ അവർക്ക് സാധ്യമായി. അത് കാരണമാണ് ഈ 25 വർഷക്കാലം ഒരു കൂട്ടായ്മയുടെ പ്രതീകമായി മാതൃവേദിയുടെ ആഘോഷം ഇവിടെ നമുക്ക് ആഘോഷിക്കാൻ സാധ്യമായത്. ഇനിയും അനേക പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് പരിശുദ്ധ അമ്മയെ പോലെ ചെയ്യുവാൻ ഇവർക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മാതൃവേദിയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നാളിതുവരെ ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ അമ്മമാരെയും ഭാരവാഹികളെയും വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ഓർക്കുന്നു. മാതൃവേദി സുൽത്താൻ പാളയ പള്ളിയിൽ ആരംഭിച്ചിട്ട് ജൂബിലി ആഘോഷിക്കുന്ന ഈ മഹനീയമായ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആശംസകൾ നേരുന്നു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന കുർബാനയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ മാതൃവേദിയുടെ ഒരു പ്രത്യേകത, അമ്മമാര് വചനം വായിക്കുന്നവരും വചനം എഴുതുന്നവരും വചനത്തിന് മാംസം നൽകുന്നവരുമാണ്. എത്രയോ മനോഹരമായ ഒരു കാര്യമാണിത്. മാതൃവേദി എന്ന ഈ അമ്മ സംഘടന വഴിയായി സുമനസ്സുകളായ ധാരാളം അമ്മമാരുടെ നിർലോഭമായ സഹകരണവും അവിശ്രാന്ത പരിശ്രമവും വഴിയാണ് നമ്മുടെ ഇടവക ഇപ്പോൾ ഇത്ര മനോഹരമായി നിൽക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. പൂർണ്ണമായ ആത്മസമർപ്പണം ഈ സംഘടനയ്ക്ക് വേണ്ടി നൽകിയ എല്ലാ അമ്മ മനസ്സുകളെയും ഈ അവസരത്തിൽ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഹൃദയപൂർവ്വം അവരുടെ എല്ലാ ശുശ്രൂഷകൾക്കും നന്ദി പറയുകയും ചെയ്യും. ഇടവകയുടെ വളർച്ചയിൽ ഇടവക സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഭക്തസംഘടനയാണ് മാതൃവേദി. ഇടവകയിൽ സജീവ സാന്നിധ്യമായിരുന്ന മാതൃവേദി ഭക്തസംഘടനയുടെ അംഗങ്ങൾക്ക് ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കാണിച്ചു തന്ന ആ വലിയ ദൈവവിശ്വാസം, ആ വിശ്വാസത്തിൽ ഉറച്ച പ്രാർത്ഥനകളും നിങ്ങളുടെ സഹനങ്ങളും, അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ ഈ ദേവാലയത്തിനും ഈ ഇടവകയ്ക്കായും നിങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമായി ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനത്തിനും ഒത്തിരിയധികം നന്ദി പറയുന്നു. അവയെല്ലാം ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ്. ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മുടെ ഇടവകയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ജൂബിലിയുടെ മംഗളാശംസകൾ നേരുന്നു. എൻ്റെ സമർപ്പിത വൈദിക ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ 2007-2011 കാലഘട്ടത്തിൽ ഇടവകയോട് ചേർന്ന് ഒരേ മനസ്സോടെ ഒരു ഹൃദയത്തോടെ പ്രവർത്തിച്ച മാതൃവേദിയുടെ സുദൃഢമായ സേവനത്തെ ഒത്തിരി നല്ല ഓർമ്മകളോടെ ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. ഒറ്റപ്പെട്ടു പോകുന്നവരുടെ വേദന തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് നിർത്തുന്നതാണ് ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത. വേദനിക്കുന്നവരുടെ ഹൃദയത്തിന്റെ വിങ്ങല് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുന്നതാണ് ഒരു അമ്മ മനസ്സിന്റെ സ്നേഹത്തിന്റെ വിപരീതത എന്ന് പറയുന്നത്. ഹലോ അമ്മച്ചിമാരെ, ഒത്തിരി സന്തോഷം. 25 വർഷമായി അല്ലേ? നമ്മൾ ചെറുതായിട്ട് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം ഇന്ന് 25 വർഷം നിലനിന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? അതിൻ്റെ അർത്ഥം ഇനിയത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി എന്നുള്ളതാണ്. വെറും 10 പേരോട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ 100 പേരായെന്ന് കേട്ടു. അത് വലിയൊരു വളർച്ചയാണ്. ഒത്തിരി സന്തോഷം. ഇതിലൂടെ നമ്മുടെ അമ്മച്ചിമാർ വളർന്നു, നമ്മുടെ പള്ളി വളർന്നു. നിങ്ങളിലൂടെ ധാരാളം ആൾക്കാർക്ക് നന്മയുണ്ടായി. അപ്പോൾ 25 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ ഇനിയും ധാരാളം വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബൈ.
തുടക്കകാലങ്ങളിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാനും ഇടവകയുടെ വിവിധ കാര്യങ്ങളിൽ മാതൃവീതി വളരെ സജീവമായിരുന്നു, എല്ലാ പ്രവർത്തനങ്ങളും നയിച്ചിരുന്നു. ഇത് മാതൃകാപരമായിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളത് ഈ സിൽവർ ജൂബിലി വർഷത്തിൽ മാതൃജ്യോതിയുടെ ഏറ്റവും വലിയ ഒരു മാതൃക തന്നെയാണ്. നമ്മുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ വളർച്ചയ്ക്കും നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന സെയിൻറ്റ് അൽഫോൻസ ഫൊറൈൻ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾക്ക് സിൽവർ ജൂബിലിയുടെ ആശംസകൾ നേരുകയും അവരുടെ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ധാരാളമായ ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു. First prize goes to chest number 11, St. Alphonsus Foreign Church, Sultan Palaya.